നമ്മുടെ അടുത്തേക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് വരാറുണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് കമ്പനി? വെൽക്കം ടു ഹൗ ടു ലോഞ്ച് യുവർ ഫസ്റ്റ് ബിസിനസ്. കമ്പനി എന്നാൽ നിയമപരമായി ഒരു വ്യക്തിയായി കണക്കാക്കപ്പെടുന്നു. അതിന് അതിൻ്റേതായ നിലനിൽപ്പുണ്ട്. കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ ആസ്തികൾ ഉണ്ടാകാം, ലോൺ എടുക്കാം. ഇതിന് പറയുന്ന പേരാണ് കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിലെ ഒരു ബെനിഫിറ്റാണ് അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ അടുത്ത് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് നാഷണൽ ഹൈവേ മലപ്പുറം ഏരിയയിൽ റോഡ് കൊളാപ്സ് ആയത്. ഈ റോഡ് ബിൽഡ് ചെയ്തത് KNRC പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് ഒരു കമ്പനിക്ക് പകരം ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ അതല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമോ ആയിരുന്നുവെങ്കിൽ ആ റോഡ് രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ അവരുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വിറ്റിട്ടാണ് എന്നുണ്ടെങ്കിലും അത് അവർ നികത്തി കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ ഇതൊരു കമ്പനി ആകുമ്പോൾ അത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസിലേക്ക് ബാധിക്കുന്നില്ല, അവരുടെ നെഗ്ലിജൻസ് കാരണത്താലല്ലായിരുന്നുവെങ്കിൽ. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, കമ്പനിക്ക് സുഗമമായി ഫണ്ട് സ്വീകരിക്കാൻ കഴിയും. കമ്പനിക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഡിബഞ്ചേഴ്സ്, പ്രിഫറൻഷ്യൽ ഷെയർസ്, ഇക്വിറ്റി എന്നിങ്ങനെ നിരവധി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് കമ്പനിക്ക് ഈസി ആയിട്ട് ഫണ്ട് സ്വീകരിക്കാൻ കഴിയും. കമ്പനി രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ്, അനദർ വൺ ഈസ് പബ്ലിക് ലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡിന് എക്സാമ്പിളാണ് ബൈജൂസ്, അതിന് തിങ്സ് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ആൻഡ് പബ്ലിക് ലിമിറ്റഡിന് എക്സാമ്പിളാണ് റിലയൻസ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രൈവറ്റ് ലിമിറ്റഡായി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിനെ പബ്ലിക് ലിമിറ്റഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സാമ്പിളായിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ചെയ്തതുപോലെ. നിങ്ങൾക്കറിയാവുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് താഴെ കമൻറ്റ് ചെയ്യും.